ഹലോ ഗായ്സ്, അപ്പോൾ ലൈവിലെ അർജുൻ പൊട്ടിക്കരയാനുള്ള റീസൺ ഒന്നും പ്രൊമോയിൽ കാണുന്നില്ല. എങ്കിലും മതിയായിട്ടുള്ള കാരണമില്ലാതെ അർജുൻ കരയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഓഡിലയിൽ ഏറ്റവും നന്നായിട്ട്, അതായത് ഇതുവരെ നമുക്ക് വലിയൊരു നെഗറ്റീവ്സ് ഒന്നും കിട്ടാത്ത ഒരാളാണ് അർജുൻ. അപ്പോൾ അർജുൻ കരയണമെങ്കിൽ അതിനായിട്ട് തനതായിട്ടുള്ള ഒരു റീസൺ തന്നെ വേണം. അപ്പോൾ അർജുൻ വന്നിരുന്ന് ശ്രീധുവിൻ്റെ അടുക്ക പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും അർജുൻ കരയുന്നത് ശ്രീധുവായിട്ടുള്ള പ്രശ്നമാണെന്ന്. അല്ല, ശ്രീധുവിൻ്റെ അടുക്ക വന്നിരുന്ന കാര്യങ്ങൾ അർജുൻ പറയുന്നതാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യണത്, ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പീപ്പിൾസ് റൂമിൽ ചെന്നിരുന്നിട്ടാണ് ഈ അർജുൻ കരയുന്നത്. അപ്പോൾ അർജുനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടെ സിജോ വരുന്നുണ്ട്. ഇടാ, നീ എന്താ കാണിക്കണേ, നീ അങ്ങനെ അല്ല എന്നും പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിക്കണം. എനിക്ക് എന്തായാലും നന്ദനയുടെ ആയിട്ടുള്ള പ്രോബ്ലത്തിനാണ് ഈ അർജുൻ കരയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കാം സിജോ വന്ന് ഇത്രത്തോളം എടാ അങ്ങനെ അല്ല ഒരുപാട് വന്നിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിലവിലുള്ളത് ജാസ്മിനും ശ്രീധുവും നന്ദനയാണ്. അപ്പം ഈ ഗേൾസിനെതിരെ ഒരു ഫിസിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അത് അർജുൻ എന്തായാലും ഫീൽ ആവും. മറ്റുള്ളവരുടെ കണക്കോ ജിൻഡോനെ കണക്കോ അഭിഷേകിനെ കണക്കോ അല്ല. അപ്പോൾ ഋഷിയൊക്കെ ആണെങ്കിൽ ആരെന്ന് നോക്കത്തില്ല. പക്ഷെ അർജുൻ അങ്ങനെയല്ല. നിലവിൽ ഒരു നെഗറ്റീവ്സ് കാര്യങ്ങളും വരാത്ത ഒരാളാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, ഉറപ്പായിട്ടും ടോപ്പ് 5 വരാനുള്ള ഇതുമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരാളാണ്, നല്ലൊരു ഗെയിമറും കൂടിയാണ് അർജുൻ. സോ ഗൈസ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.